നമസ്കാരം. സൗഹൃദമൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ നരേന്ദ്രമോദി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത ഇന്ത്യക്കാർക്ക് എത്തുന്നു. സുഹൃത്ത് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. എന്നാൽ നരേന്ദ്രമോദി പറഞ്ഞതിനൊന്നും തന്നെ ട്രംപിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയാണെന്ന് പറയുന്നു. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് തന്നെ ട്രംപ് ഇത് കേൾക്കുകയും അതുപോലെ തന്നെ ഞാൻ തീരുമാനിച്ചതിലും തന്നെ ഒരു മാറ്റവുമില്ല എന്ന് ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്തത്. മോദിയുടെ അവസാന അടവും ഇപ്പോൾ പിഴച്ചിരിക്കുകയാണോ എന്ന സംശയമാണ് ഇന്ത്യക്കാർക്ക് പോലും ഉള്ളത്. ഫ്രാൻസ് US സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിലേക്കാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആദ്യം വ്യക്തമാക്കിയത്. ട്രംപിന്റെ ചരിത്രപരമായ വിജയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം നടന്നത്. ട്രംപ് ആദ്യം പ്രസിഡന്റായ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ആഗോള തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പിടിക്കുന്നതിൽ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഈ സന്ദർശനത്തിലൂടെ തന്നെ സാങ്കേതിക വിദ്യ, വ്യാപാരം, പ്രതിരോധം, ഊർജം, വിതരണ ശൃംഖല, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം കൂടുതൽ ഉയരുന്നതിലേക്ക് തന്നെ ഇപ്പോൾ നയിക്കും. രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കും. മോദി വ്യക്തമാക്കിയ കാര്യങ്ങളായിരുന്നു ഇവ. എന്നാൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിരങ്ങണിച്ച് തിരിച്ചറിയിച്ചതിൽ തന്നെ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു മോദിയുടെ പ്രസ്താവന. 487 അനധികൃത ഇന്ത്യക്കാരെ കൂടി US തിരികെ അയക്കാൻ ഒരുങ്ങുകയാണെന്നും പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിനിടയിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ എത്തിച്ച കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട വിവാദം. ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ കുടിയേറ്റ പ്രശ്നവും ചർച്ചയാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലഹരിയുടെ ഓഹരി വിപണി പോലും ബാധിക്കുന്ന തരത്തിലുള്ള വിധത്തിലാണ് ട്രംപിന്റെ പല നയപരമായ തീരുമാനങ്ങളെന്നും ഇന്ത്യക്ക് മേൽ USന്റെ അധിക തീരുവ വരുമോ എന്നതും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഈ ആശങ്കകൾക്കെല്ലാം കൂടിക്കാഴ്ചയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ എന്നും ചോദിക്കുന്നുണ്ട്. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കാവുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്നും ചോദിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി തന്നെ കുടിയേറ്റിയവരെ കൈവിലങ്ങും ചങ്ങലയും ഇട്ട് അമേരിക്കൻ സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് മോദി അമേരിക്കയിലെത്തുന്നതും. കൂടുതൽ ഇന്ത്യക്കാരെ നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം ചർച്ചയായേക്കുമെന്നും കരുതുന്നുണ്ട്. പ്രധാനമന്ത്രി യാത്രയിലിരിക്കാനിരിക്കെ തന്നെ നാടുകടത്തുന്നതിനുള്ള പട്ടികയിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും അറിയിച്ചുള്ള വിവരം ഇനിയും അമേരിക്ക കൈമാറിയിട്ടില്ല. പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ ട്രംപുമായി ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തോട് നമ്മുടെ പൗരന്മാരോട് എന്തെങ്കിലും തരത്തിൽ മോശപ്പെരുമാറ്റം ഉണ്ടായാൽ അമേരിക്കയെ ആശങ്ക അറിയിക്കുന്നുണ്ടെന്നായിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ മറുപടി. അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെയാണ് ഞെട്ടിക്കുന്നത്. അധികാര പദവികൾ എത്തിയപ്പോൾ തന്നെ ഉറ്റ സുഹൃത്തുക്കളായവർ ഈ രാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ചയെ രണ്ട് രാജ്യങ്ങളിലെ കോടാനുകൂടി മനുഷ്യർ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെബ്രുവരി 13, 14 തീയതികളിൽ വാഷിംഗ്ടണിൽ തന്നെ കൂടിക്കാഴ്ച നടത്തും. 12 വൈകിട്ടോടെ തന്നെ ഫ്രാൻസിൽ നിന്നും USലേക്ക് എത്തുന്ന മോദി 14 വരെ അവിടെ ഉണ്ടാകും. ട്രംപുമായി മാത്രമല്ല ഇന്ത്യൻ സമൂഹവുമായും അമേരിക്കയിലേക്ക് കോർപ്പറേറ്റ് മേധാവികളുമായും മോദി സംസാരിക്കും. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം US സന്ദർശിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാഷ്ട്ര നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മോദി. സർക്കാർ രൂപീകരിച്ച ശേഷം ട്രംപ് കാണുന്ന ആദ്യ ലോക നേതാക്കളുടെ കൂട്ടത്തിലാണ് മോദിയുടെ സ്ഥാനവും. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യവും അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യമുള്ള മോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് കൂടിക്കാഴ്ച ഇത്ര വേഗം സാധ്യമാക്കിയത്. ഭരണത്തിലേറിയ ആദ്യ ദിവസം മുതൽ തന്നെ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളായും തീരുവ കൂട്ടുകൾ തന്നെ ഇപ്പോൾ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളായും ലോകത്തെ മുൾമുനയിലാക്കുന്ന ട്രംപ് എന്ന പ്രിയ സുഹൃത്തിനോട് മോദി എന്തായിരിക്കും സംസാരിക്കുക? ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നേട്ടം എന്താകും? ഇതൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ശേഷമുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇനി കാണേണ്ടത്.